പെട്ടിപൊക്കി ജട്ടി കിട്ടി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ച് തേഞ്ഞുപോയ ആ പെട്ടി വിവാദം നിലമ്പൂരിലും ഉണ്ടാക്കുവാൻ ശ്രമം. ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും ലീഗ് നേതാവ് PK ഫിറോസും സഞ്ചരിച്ച വാഹനത്തിലെ ട്രോളി ബാഗുകൾ ഇന്നലെ രാത്രി പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചു. ഷാഫിയുടെ വാഹനത്തിലാണ് പരിശോധന നടത്തിയത്. പ്രചരണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ പോലീസ് വാഹനം തടയുകയായിരുന്നു. പോലീസ് വാഹനം തടഞ്ഞപ്പോൾ വാഹനം പരിശോധിക്കുവാൻ ഷാഫി പറമ്പിൽ പോലീസിനോട് ആവശ്യപ്പെട്ടു. തങ്ങൾ പെട്ടെന്ന് എംപിമാരായി പൊട്ടിമുളച്ചതല്ലെന്ന് ഷാഫി പറയുന്നത് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഷാഫിയുടെയും രാഹുലിൻ്റെയും പെട്ടികൾ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. വെള്ളയും നീലയും കളറുള്ള 5-6 ജട്ടികൾ സർപ്രൈസ് ചെക്കിംഗ് പാർട്ടികൾ തിരിച്ചും മറിച്ചും നോക്കി. 2 ദിവസം ഉപയോഗിച്ച് ടൂരി വെച്ച ജട്ടികൾ ആണെന്ന് പറഞ്ഞപ്പോൾ കറൻസിയുടെ വല്ല അംശവും ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണം എന്ന് പറഞ്ഞ് മുഷിഞ്ഞ ജട്ടികൾ ബന്ദോബസ്തിലെടുത്തു സീൽ ചെയ്തു കൊണ്ടുപോയി എന്നാണ് വിവരം. ഒരു ജട്ടിക്കള്ളൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ഒരു മന്ത്രിസഭയാണിതെന്ന് നമ്മൾ ഓർക്കണം. നിലമ്പൂർ വടപ്പുറത്തായിരുന്നു പരിശോധന. ജട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാൻ അറിയാത്തതിനാലാവണം അതൊന്നും പോലീസ് തൊട്ടില്ല. നാളിതുവരെയായി സ്വരാജിൻ്റെയോ അൻവറിൻ്റെയോ പെട്ടിയോ ജട്ടിയോ ഒന്നും പോലീസ് ഇതുവരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എന്നോർക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണം നിലമ്പൂരിൽ ഇറക്കുന്നത് ഇടതുപക്ഷവും അൻവറുമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പരിശോധന സ്വാഭാവികമാണെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജട്ടി തപ്പാൻ ഇറങ്ങുന്നവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നേതാക്കന്മാർ ആരെങ്കിലും അവിടെ നിക്കറിലോ വണ്ടിയിലോ ബാഗിലോ പണം കടത്തുമോ? അതിന് എത്രയോ മാർഗങ്ങൾ ഇവിടെയുണ്ട്. ഇവർ പെട്ടിയും നോക്കി വായിലും നോക്കി വഴിയിൽ നിൽക്കുമ്പോൾ ആണുങ്ങൾ പണം ആവശ്യം പോലെ നിലമ്പൂരിലേക്ക് കടത്തുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് നിലമ്പൂരിൽ കൊഴുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ. ഇവിടെ എന്ത് ഇന്റലിജൻസ് സംവിധാനങ്ങളാണ് ഉള്ളത്? കഷ്ടം. ഇവിടെ എന്തോ വലിയ പരിശോധനകൾ നടക്കുന്നു എന്നൊരു തോന്നൽ കഴുതകളായ നാട്ടുകാർക്ക് തോന്നണം. അതിനുള്ള നാറിയ പ്രഹസനങ്ങളാണ് കള്ളപ്പണം കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ് ഇവർമാർ നടത്തുന്നത്. ഇവർക്ക് എന്ത് സ്ട്രാറ്റജിയാണ് കള്ളപ്പണം കണ്ടുപിടിക്കാനുള്ളത്? നാറിപ്പോയ ആ ജട്ടി റെയ്ഡിനെ കുറിച്ച് ഷാഫിയും രാഹുലും പറയുന്നത് കേൾക്കുക. അല്ല, അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച നമ്മുടെ പാലത്തിന്റെ അപ്പുറത്തുള്ള തട്ടുകട ഉണ്ടല്ലോ, വടപുറത്തില്ല, ജസ്റ്റ് അതിന്റെ അപ്പുറത്ത്. അപ്പൊ അവിടുന്ന് ഭക്ഷണം കഴിച്ച് വരുമ്പം പോലീസുകാരൻ കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ അപ്പൊ ഇങ്ങനെ ലൈറ്റ് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. ഞങ്ങൾ ബോർഡൊക്കെ വെച്ചിട്ടുള്ള വണ്ടി. അപ്പം വാഹന പരിശോധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ, അതിന്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പം എന്നോട് പറഞ്ഞു ഡിക്കി തുറക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു. അത് തുറന്നു കൊടുത്തിട്ട് എന്നോട് പറയാം പെട്ടി എടുക്കുമെന്ന് പറഞ്ഞു. പെട്ടി തുറക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ ആ ഡിക്കിയിലുള്ള എല്ലാ വാഹനത്തിലുള്ള എല്ലാ പെട്ടി എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ എന്നിട്ട് പറഞ്ഞു പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് പറയാം കുഴപ്പമില്ല, പോട്ടെ ഞാൻ വെച്ചാൽ അത് ശരിയല്ലല്ലോ. പിന്നെ അല്ല, ഞങ്ങൾ നോക്കി നിങ്ങൾ പുറത്ത് നോക്കിയാൽ കാണൂ, അത് ശരിയല്ല. നിങ്ങൾ പരിശോധിക്കണം. പരിശോധിച്ചിട്ട് അതിന് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയെന്ന് ഞങ്ങളോട് പറയണം. അങ്ങനെ പെട്ടി പുറത്തുനിന്ന് കണ്ടാൽ പോരല്ലോ, പെട്ടീൻ്റെ അകത്ത് എന്താന്ന് അവർ കാണണമല്ലോ. അപ്പം അത് പറയുമ്പോൾ അല്ലേ പോട്ടെ, അത് ഞങ്ങൾ പോട്ടെ അവിടെ സാരല്ല പോട്ടെ. ഞങ്ങൾ സാരമുണ്ട്, ഞങ്ങളെ കൊണ്ട് വണ്ടി നിർത്തിച്ചു, കുഴപ്പമില്ല, ഞങ്ങൾ നിർത്തി. ഡിക്കി തുറക്കാൻ പറഞ്ഞു, തുറന്നു. പെട്ടി പരിശോധിക്കണം എന്ന് പറഞ്ഞു. പെട്ടി എടുത്ത് പുറത്ത് വെച്ച പെട്ടി പുറത്തുനിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല, പോട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ഇന്റൻഷൻ പരിശോധനയാണെന്ന് തോന്നിയില്ല. പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടേ? അപ്പം പിന്നെ ഞങ്ങൾ ഇച്ചിരി നിർബന്ധിച്ചു, അല്ലെങ്കിൽ പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ക്യാമറ അവരത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ അതെന്താ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്തത്? ഞങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചെയ്തു, ഞങ്ങൾ പെട്ടിയെടുത്ത് പുറത്ത് വെക്കുമ്പോൾ നിങ്ങൾ ചെയ്തു, തുറന്ന് പരിശോധിക്കുമ്പോൾ എന്താ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്തത്? അപ്പോൾ ഞാൻ ആ ക്യാമറ പിടിച്ച് കുട്ടിയോട് പറഞ്ഞു, മോനെ ഇതൊക്കെ അതിനകത്തൊന്ന് റെക്കോർഡ് ചെയ്തേ, ഇതൊന്ന് കാണട്ടെ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ കിട്ടിയെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പെട്ടി തുറക്കാൻ അവർക്കൊരു മടി. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് ഞങ്ങളും പറഞ്ഞു. കാരണം ഇനി അത് പരിശോധിക്കാതെ പോയാൽ പിന്നെ നമ്മളുമായിട്ട് സഹകരിച്ചില്ല എന്നാണല്ലോ പറയാം. അപ്പോൾ പരിശോധിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. അവിടെയുള്ള ആരൊക്കെയോ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ ചോദിച്ചു ഇതിന് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോഴും പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോവല്ലേ, ഇതിന് എന്തെങ്കിലും കിട്ടിയോ, നിങ്ങൾക്ക് പെട്ടി പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു. ഇല്ല, കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പൂർണ്ണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ വണ്ടി നിർത്താതെ പോയിട്ടില്ല, വണ്ടി നിർത്തിയിട്ടുണ്ട്, ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല, പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല, പെട്ടി തുറക്കാതിരുന്നിട്ടില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിച്ചു,
ഇതുവഴി ഒരുപാട് വാഹനങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ കടന്നു പോകുന്നുണ്ട്. അവരുടെ ആരുടെയെങ്കിലും നിങ്ങൾ പരിശോധിച്ചോ? അതൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒരാളുടെയും പരിശോധിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിന്റെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായും ആ സമയത്തൊരു സംശയം തോന്നി. ഇനിയിപ്പം നിങ്ങൾ വാർത്തയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ചിലപ്പം പരിശോധിക്കുമായിരിക്കും. പക്ഷെ ഇതുവരെ പരിശോധിച്ചായിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം വാഹന പരിശോധന വളരെ സ്വാഭാവികമല്ലേ? അപ്പൊ അതുകൊണ്ടല്ലേ സ്വാഭാവികമായിട്ട് വണ്ടി അവിടെ നിർത്തി കൊടുത്തത്. സ്വാഭാവികമായിട്ടും ഡിക്കി തുറന്നു. എന്റെ പൊന്നാളി, അത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ഉള്ളിൽ പെട്ടി വെക്കാൻ മടിച്ചു എന്നല്ലേ നിങ്ങൾ പറയാ. പെട്ടി പുറത്തേക്ക് എടുത്തില്ല, ഡിക്കി മാത്രം തുറന്നു. ഡിക്കി അവര് നോക്കണം എന്നല്ലേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഒരു ജനപ്രതിനിധിയുടെയും പെട്ടി അവർ പരിശോധിച്ചിട്ട് ആ പോലീസുകാരോട് തന്നെ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ട്? അപ്പൊ അവർ പറഞ്ഞു ഇനി പരിശോധിക്കാന്നുള്ളതാണ്. പിന്നെ പെട്ടിയെടുത്ത് പുറത്തേക്ക് വെക്കാന്ന് പറഞ്ഞാൽ മാതൃകയായിട്ട് പെട്ടിയെടുത്ത് പുറത്തേക്ക് വെച്ചു. പിന്നെ എടുത്ത പെട്ടി പുറത്തേക്ക് വെച്ചിട്ട് അന്നി പോട്ടെ എന്ന് പറയുമ്പോ ശരി എന്ന് പറഞ്ഞിട്ട് ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ തന്നെ വെക്കണം. അത് കയർക്കുന്നത് ഇതുകൊണ്ടാണെന്നേ. ഞാൻ ഒരു സെക്കൻഡ്, അതിനെന്താ അറിയാ, ഞങ്ങള് ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോ അതിന്റെ ഇന്റൻഷൻ എന്താ നിങ്ങൾ അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ചോദിച്ചല്ലോ, പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ളത് അവര് പറയണ്ടേ, അവര് നോക്കണ്ടേ? അത് നോക്കാണ്ട് പെട്ടി കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോ അതിന്റെ ഇന്റൻഷൻ എന്താ? പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പരിശോധിക്കണം. ഇനി അത്ര ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയോ ഒന്നും നോക്കാതെ മറ്റെല്ലാവരുടെയും പരിശോധിക്കണമായിരുന്നു. അതിന് അവർക്ക് തന്നെ ഒരു എക്സാമ്പിളും കോട്ട് ചെയ്യാനില്ല. എന്താ സംഭവിക്കുന്നത്? ഇപ്പം ശ്രീ ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചു. ഇപ്പൊ നമ്മളെ തുടക്കം തൊട്ട് വളരെ ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. വളരെ ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിപ്പോ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എത്ര തവണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്? എപ്പോഴെങ്കിലും ഇവർ കൈ കാണിക്കാറുണ്ടോ? എത്ര ജനപ്രതിനിധികൾ ഒന്ന് പറയട്ടെ, പൂർത്തീകരിക്കട്ടെ. എത്ര ജനപ്രതിനിധികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്? ഇപ്പൊ ഞങ്ങളുടെ തൊട്ട് മുന്നിൽ വാഹനങ്ങളുണ്ട്, ഞങ്ങളുടെ പിന്നിൽ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഒരു വാഹനം നിർത്തുന്നു, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത്. ഞങ്ങൾ വണ്ടി നിർത്തുന്നു, എംപിയുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു, ഓക്കെ ആയിക്കോട്ടെ. എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ, ഒരു വാക്കുപോലുമില്ല, ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. ഞങ്ങൾ എല്ലാവരും പറയും, ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു, എംപിയോട് ഡിക്കി തുറക്കാൻ പറയുന്നു, ഡിക്കി തുറക്കുന്നു, പെട്ടിയെടുത്ത് വെളിയിൽ വെക്കാൻ പറയുന്നു, പെട്ടിയെടുത്ത് വെളിയിൽ വെക്കുന്നു. അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു പെട്ടിയെടുത്ത് പുറത്ത് വെച്ചാൽ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു വണ്ടി റാൻഡം ചെക്കിംഗ് ആയിക്കോട്ടെ, അവർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ. രണ്ടായാലും ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടിയെടുത്ത് അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് എങ്ങനെയത് ബോധ്യമാവുക? അതപ്പോൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. കാരണം അവിടെ കുറെ ആളുകളുണ്ട്, കുറെ ആളുകളുടെ മുന്നിൽ അതൊന്ന് ഇൻസൾട്ട് ചെയ്യുക, ഒന്ന് ഷെയ്ഡി ആയിട്ട് നിർത്താൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ഇൻസൾട്ട് തന്നെയാണ്. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്, അതിന്റെ വിഷ്വൽസ് ഞങ്ങൾ തരാം. നിരന്തരമായി ഞങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ പെട്ടി തുറന്നു നോക്കൂ. അപ്പോൾ പറഞ്ഞ് ഞങ്ങളത് ബോധ്യപ്പെട്ടു. നമ്മൾ പറഞ്ഞ് അതെങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്? ഞാൻ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എക്സ്റേ ലെൻസ് വല്ലതുമാണ് കണ്ണിലുള്ളത്? കാരണം ഈ അടഞ്ഞിരിക്കുന്ന പെട്ടിക്കകത്തൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ എന്തെങ്കിലും എക്സ്റേ ലെൻസ് ഉണ്ടോ? ആ വിഷ്വൽസ് ഒക്കെ തരാം. ഒരു വിഷ്വൽ മാത്രമല്ല ഉള്ളത്. അപ്പോൾ ആ വിഷ്വൽസും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അത് വളരെ ഇൻസൾട്ടിംഗ് ആയിരുന്നു. അത് അങ്ങേയറ്റം ബയാസ്ഡ് ആണ്. അപ്പോൾ അതിനോട് സ്വാഭാവികമായ ഇറിറ്റേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്കായാലും ഞങ്ങൾക്കായാലും ഉണ്ടാകുന്ന ഇറിറ്റേഷൻ. അല്ലാതെ പരാതി ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പരാതിയല്ല ജനങ്ങളുടെ മുന്നിലുണ്ട്. ആ പരാതി ജനങ്ങൾ കാണുകയും ചെയ്യും, അവരതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. അല്ലാതെ ജനങ്ങൾ പാരിതോഷികം തരും, ജനങ്ങൾ പാരിതോഷികം കൊടുക്കും, ജനങ്ങൾ അതിന്റെ പാരിതോഷികം കൊടുക്കും. കാരണം ഒരു ഗുഡ് സർവീസ് അല്ലല്ലോ അത്. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് സർവീസ്. അതൊരു ഇപ്പൊ പറഞ്ഞല്ലോ, ഏതൊരു ഉദ്യോഗസ്ഥനും ഇത് ഇപ്പൊ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് മുകളിലാണെന്നോ കോമൺ മാന് മുകളിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം വേണമെന്നോ ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾ സാധാരണ ജനങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഒരാളുടെ വണ്ടി തടഞ്ഞു നിർത്തി പെട്ടിയെല്ലാം എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് സാധാരണ ഞങ്ങളെല്ലാം ഏറ്റവും സാധാരണക്കാരാണ്. അത് ചെയ്യുന്നത് എന്തിനാണ്? പെട്ടിയെടുത്ത് താഴെ വെക്കാൻ പറഞ്ഞതിന് ശേഷം പരിശോധനയായിരുന്നെങ്കിൽ അവർക്ക് ആ പെട്ടി തുറന്നിട്ട് പൊക്കോളാൻ പറയാം. അതങ്ങ് പുറത്തേക്ക് എടുത്തു വെച്ചാൽ അനി പൊക്കോ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഇന്റൻഷൻ ശരിയല്ല എന്ന് തോന്നിയപ്പോ അപ്പൊ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചത് ഇൻസൾട്ട് ചെയ്യുക. അതൊന്നും ഒരു ഇൻസൾട്ടന്റ് ഇന്റൻഷൻ ആയിട്ടാണ് ഞങ്ങൾക്ക് അപ്പം അനുഭവപ്പെട്ടത്. പക്ഷെ ഞങ്ങൾക്ക് അതിനകത്ത് പരാതിയൊന്നുമില്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞങ്ങൾ ഇതുമായിട്ട് ഒരു ഘട്ടത്തിലും സഹകരിക്കാതിരുന്നിട്ടില്ല. എന്തിനാണോ ഞങ്ങളുടെ വണ്ടി നിർത്താൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിക്കി തുറക്കൂലെന്നോ പെട്ടി തുറക്കൂലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം തുറന്ന് പരിശോധിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പരിശോധിച്ചിട്ട് അതിൽ എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന് പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ.
അപ്പൊ അതിനകത്തൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്താ പരാതി കൊടുക്കേണ്ടത്? അതെന്താ കിട്ടാത്തതാണോ? അല്ല, അങ്ങനെയല്ല. ഇത്തരത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ ഫോക്കസ് എന്തായിരിക്കണം എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് എന്താണ് പറയേണ്ടതെന്നുള്ളതും ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാക്കി നിർത്തേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ടുള്ള അതപ്പോ ആലോചിച്ചില്ലല്ലോ. അവരുടെ കയ്യിലൊരു വീഡിയോ ഉണ്ട്. അല്ല, അവരുടെ കയ്യിലൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ മറ്റേ ചെറിയ ക്യാമറ വെച്ചിട്ട് ഞാൻ വിചാരിച്ച ആ വീഡിയോയിൽ എടുക്കുന്നത് ഈ പെട്ടി തുറക്കുക. അപ്പൊ പെട്ടി തുറക്കേണ്ട ഘട്ടം വരുമ്പോ വീഡിയോ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു, മോനെ നീ അതെന്താ എടുക്കാത്ത? അതല്ലേ എടുക്കേണ്ടത്. ഞങ്ങൾ ഇറങ്ങുന്നതും പോകുന്നതും ഒക്കെ എടുത്തല്ലോ. ഞങ്ങൾ തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങളുടെ ഭാഗത്ത് കുറ്റമൊന്നുമില്ലല്ലോ. വണ്ടിയിൽ നിന്ന് പെട്ടിന്നൊന്നും കിട്ടിയിട്ടോ പെട്ടിയിൽ വേണ്ടാത്തൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ ചർച്ചയിൽ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കിട്ടിയിട്ടാണെങ്കിൽ ചർച്ച വഴിമാറല്ലേ ഞങ്ങൾ ഭയപ്പെടേണ്ടതുള്ളൂ. ഏത് അവരെ സർക്കാരിന്റെ ആ ഷോ പാലക്കാട് ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഗണത്തിലേക്ക് അവര് തന്നെ പെടുത്തുകയാണെങ്കിൽ അവിടെ കിട്ടിയതുപോലെ തന്നെ മറുപടി ഇവിടെയും കിട്ടും. ആ കാര്യത്തിൽ സംശയം വേണ്ട. നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോഴേ, നമ്മളെല്ലാം സാധാരണ മനുഷ്യന്മാരാണല്ലോ. നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോൾ ആർക്കായാലും അതിന്റെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഞങ്ങളോട് പെരുമാറിയ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്തോ വലിയ കള്ളപ്പണം കടത്തുന്ന ആളുകൾ. എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളല്ലേ. ആ ആളുകൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്തിനാ ഇൻസൾട്ട് ചെയ്യുന്നത്? അവർക്ക് വളരെ മാന്യമായി ഇതെല്ലാം ചെയ്യാമല്ലോ. നമ്മൾ അതിനോട് സഹകരിക്കുന്നുണ്ടല്ലോ. അപ്പോഴും ഞങ്ങളുടെ ചോദ്യം പെൻഡിംഗ് ആണ്. ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ജനപ്രതിനിധിയുടെ വാഹനം, എത്ര മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും, നിങ്ങളെല്ലാം കാണുന്നില്ലേ? ഇടതുപക്ഷ CPM-ന്റെ 100 MLA-മാർ ഇവിടെ ഇല്ലേ? ഇടതുപക്ഷത്തിന്റെ 100 MLA 99 MLA-മാർ ഇവിടെ ഇല്ലേ? അവരുടെ ആരുടെയെങ്കിലും വാഹനം പരിശോധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് പരിശോധിക്കുന്നതിനകത്ത് ഇന്റൻഷൻ. എന്നാലും പരിശോധിച്ചാൽ ഞങ്ങൾക്ക് പരാതിയില്ല കേട്ടോ. ഈ റാൻഡം എന്ന് പറയുമ്പോൾ അതിന്റെ ഡിക്ഷണറിയിലെ അർത്ഥം UDF നേതാക്കന്മാരുടെ വണ്ടി എന്ന് മാത്രമാണെന്ന് അറിയില്ലായിരുന്നു. സാരമില്ല, ഇപ്പൊ ഇത് വന്നതിന്റെ പേരിലെങ്കിലും ഇനിയിപ്പോ ആ പരിശോധനയൊക്കെ നടത്തട്ടെ. അത് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥരും ആലോചിക്കട്ടെ. ഞങ്ങൾക്ക് അതിന്റെ പുറകെ പോകാൻ സമയമില്ല, താല്പര്യമില്ല. ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ ഞങ്ങളോട് പറയാം. പിന്നെ ഒരു കാര്യം, ഞങ്ങളിത് ഇച്ചിരി ഒന്ന് ഈ വാൺ ചെയ്തായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും ഏർപ്പാടൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതിൽ പെട്ടതാണോ അല്ലേന്ന് അറിഞ്ഞൂടാ, നോക്കാം നമുക്ക്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസ് നേതാക്കൾ താമസിച്ച ഹോട്ടൽ മുറികളിൽ പോലീസ് അന്ന് പരിശോധന നടത്തിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിനായി കള്ളപ്പണം എത്തിച്ചെന്നാരോപിച്ചായിരുന്നു നഗരത്തിലെ ഹോട്ടലിൽ മുൻ MLA ഷാനിമോൾ ഉസ്മാൻ, AICC അംഗം ബിന്ദു കൃഷ്ണ എന്നിവരുടെ മുറികളിൽ അർദ്ധരാത്രി പോലീസ് റെയ്ഡ് നടത്തിയത്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നീലപ്പെട്ടിയിൽ കള്ളപ്പണം കടത്തിയെന്നായിരുന്നു CPM ആരോപണം അന്ന്. ആരോപണങ്ങൾ സാധൂകരിക്കുന്ന യാതൊരു തെളിവുകളും പോലീസിന് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. അപമാനകരമായ പരിശോധനയാണ് നടന്നതെന്നും ഇതിന്റെ പാരിതോഷികം ജനങ്ങൾ നിലമ്പൂരിൽ കൊടുക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.